മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. സഹകരണ പെൻഷൻ പരിഷ്കരണ സമിതിയുടെ കാലാവധി നീട്ടി സർക്കാർ ഉത്തരവിറക്കി. സഹകരണ പെൻഷൻ പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനുമായി പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. റിട്ടയർഡ് ജില്ലാ ജഡ്ജി അധ്യക്ഷനായുള്ളതാണ് സമിതി. 2023 ജൂൺ 27-നാണ് ഈ സമിതിക്ക് രൂപം നൽകിയത്. 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ റിപ്പോർട്ട് നൽകുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനാൽ 2023 ജനുവരിയിൽ 3 മാസത്തേക്ക് കൂടി സമിതിയുടെ കാലാവധി സർക്കാർ നീട്ടി നൽകി. മാർച്ച് 26-ന് ഈ സമയപരിധിയും തീർന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ബോർഡ് സെക്രട്ടറി സർക്കാരിന് കത്ത് നൽകി. മാർച്ച് 21-നായിരുന്നു കത്ത് നൽകിയത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്നതുവരെ സമിതിയുടെ കാലാവധി നീട്ടി നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. സ്കൂൾ വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തുടനീളം 500 സ്റ്റുഡൻസ് മാർക്കറ്റുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കൺസ്യൂമർ ഫെഡ് സ്റ്റുഡൻസ് മാർക്കറ്റ് സ്റ്റാച്യുവിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ RS സുരേഷ് ബാബു സ്റ്റാളുകളുടെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. 40% വിലക്കുറവിൽ ജൂൺ 13 വരെ മാർക്കറ്റുകൾ പ്രവർത്തിക്കും. 400 സഹകരണ സംഘങ്ങൾ വഴിയും 100 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴിയുമാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്. കോടികളുടെ കുടിശ്ശിക വായ്പ തിരിച്ചുപിടിച്ച നിർണായക ചുവടുവയ്പുമായി കേരള ബാങ്ക്. സപ്ലൈകോ, KTDFC എന്നിവയ്ക്ക് നൽകിയ വായ്പയാണ് കേരള ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നത്. ഇതിൽ നിഷ്ക്രിയ ആസ്തിയായി മാറിയ അത്രയും തുകയ്ക്ക് കേരള ബാങ്ക് ലാഭത്തിൽ നിന്ന് കരുതൽ മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. അതിൽ നിന്ന് മോചിതമാകുന്നതോടെ കേരള ബാങ്ക് ഈ വർഷത്തിൽ മികച്ച ലാഭം നേടാനുള്ള സാധ്യതയാണുള്ളത്. KTDFCക്ക് നൽകിയ 425 കോടിയും നെല്ല് സംഭരണത്തിന് നൽകിയ 991 കോടി രൂപയുമാണ് കുടിശ്ശികയായത്. ഇതിൽ 775 കോടി രൂപ കേരള ബാങ്കിന് തിരിച്ചടവ് ലഭിക്കുന്ന വിധത്തിലാണ് ധാരണയുണ്ടാക്കിയത്. ഇതിന് സർക്കാരും സഹായം നൽകി. കേരള ബാങ്കിന് അടച്ചു തീർക്കാനുള്ള പണം KTDFCക്ക് നൽകിയത് സർക്കാരാണ്. KTDFCയുടെ സ്വത്തുകൾ വിറ്റ് മൂലധന ശേഷി കണ്ടെത്തണമെന്നും സർക്കാർ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 തുല്യ ഗഡുക്കളായി കേരള ബാങ്കിന് പണം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യ ഗഡുവായ 212.5 കോടി രൂപ KTDFC നൽകി. 2ാം ഗഡു ഏപ്രിൽ മാസത്തിൽ തന്നെ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വട്ടിയൂർക്കാവ് യൂത്ത് ബിൽഗ്രേഡ് ഓൺടർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൈറ്റ് ഗാർമെന്റ്സ് അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഫാഷൻ ഡിസൈൻ മേഖലയിലുള്ള യുവതീ-യുവാക്കളെ സഹകരിപ്പിച്ച് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഉൽപാദനവും വിപണനവും വിഭവങ്ങളുടെ വിവേകപൂർണമായ പുനരുപയോഗം സാധ്യമാക്കുന്ന തരത്തിൽ പഴയ വസ്ത്രങ്ങൾ തയ്യൽ ചെലവ് മാത്രം ഈടാക്കി സഞ്ചികളാക്കി നൽകുക എന്നതാണ് വൈറ്റ് ഗാർമെന്റ്സിന്റെ പ്രധാന ലക്ഷ്യം. ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം അതിവേഗത്തിൽ മികച്ച നിലവാരത്തിൽ വസ്ത്രങ്ങൾ തയ്ച്ചു നൽകുന്ന എക്സ്പ്രസ് കൗണ്ടറിന്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. നെടുങ്ങപ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ 1718 അംഗങ്ങളെ പുറത്താക്കിയ ജോയിന്റ് രജിസ്ട്രാറുടെ നടപടി സർക്കാർ ശരിവെച്ചു. പ്രവർത്തന പരിധിക്ക് പുറത്തുള്ളവരെ അംഗങ്ങളാക്കിയതിനെതിരെയായിരുന്നു ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ്. നെടുങ്ങപ്ര ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള 1758 പേരെ അവിടെ A ക്ലാസ് അംഗങ്ങളാക്കിയിട്ടുണ്ടെന്നായിരുന്നു സഹകരണ വകുപ്പിന് ലഭിച്ച പരാതി. ഇത് പരിശോധിക്കുന്നതിനായി 1758 പേർക്കും ജോയിന്റ് രജിസ്ട്രാർഡ് നോട്ടീസ് നൽകി നേർക്കാഴ്ചയ്ക്ക് വിളിപ്പിച്ചു. ഇത്തരം പരിശോധനകൾക്ക് ശേഷമാണ് 1718 പേർ ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ളവരാണെന്ന് കണ്ടെത്തിയത്. ഇവരെ അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് സർക്കാരിന് അപ്പീൽ നൽകിയത്. പരാതിക്കാരുടെയും സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെയും വാദം സർക്കാർ കേട്ടു. സഹകരണ നിയമവും ചട്ടവും പാലിച്ചുള്ള നടപടിയാണ് എറണാകുളം ജോയിന്റ് രജിസ്ട്രാർ സ്വീകരിച്ചതെന്നായിരുന്നു സർക്കാരിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ തള്ളിക്കൊണ്ട് സഹകരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഷിബി എബ്രഹാം ഉത്തരവിറക്കി. കോഴിക്കോട് വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ വീരംചേരി ഹെഡ് ഓഫീസ് പരിസരത്ത് നിർമ്മിക്കുന്ന മൾട്ടി സർവീസ് സെന്ററിന് ബാങ്ക് പ്രസിഡന്റ് C ഭാസ്കരൻ മാസ്റ്റർ തറക്കല്ലിട്ടു. അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫണ്ട് ഉപയോഗിച്ച് വിവിധ കാർഷികാനുബന്ധ സേവനങ്ങളും സെമിനാർ ഹാൾ, ഓഡിറ്റോറിയം എന്നിവയും ഒരുക്കുന്നുണ്ട്. നബാർഡ് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം. സംസ്ഥാനത്ത് 3 സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്കും സഹകരണ സംഘങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ വായ്പ അനുവദിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാറുടെ അനുമതി.
പൊതുപ്രവർത്തകനായ തത്തമംഗലം നെല്ലിക്കാട് പുത്തൻകുളം ചന്ദ്രൻ ചാമി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. 3 സെന്റിൽ താഴെ വിസ്തീർണമുള്ളതും വീടില്ലാത്തതുമായ സ്ഥലത്തിന്റെ ഈടിന്മേൽ വായ്പ അനുവദിക്കരുതെന്ന സഹകരണ നിയമത്തിലെ വ്യവസ്ഥ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വായ്പ അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇനി മുതൽ ബാങ്ക് ഭരണസമിതിക്ക് തീരുമാനമെടുക്കാമെന്നും ഇത്തരം സ്ഥലങ്ങളുടെ ഈടിന്മേൽ വായ്പ നൽകി തുക കുടിശ്ശികയായാൽ തിരിച്ചുപിടിക്കാനുള്ള ജപ്തി നടപടിക്രമങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതിനാലാണ് മുമ്പ് വായ്പ നിഷേധിച്ചിട്ടുള്ളതെന്നും സഹകരണ സംഘം രജിസ്ട്രാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ചെറുകിട ഫിൻടെക് കമ്പനികൾക്ക് UPI ഇടപാട് രംഗത്ത് വളരാൻ പാകത്തിൽ പുതിയ പരിഷ്കാരം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. UPI ഇടപാടുകൾ ഫോൺപേ, ഗൂഗിൾ പേ തുടങ്ങിയ കമ്പനികളുടെ വർദ്ധിച്ചുവരുന്ന വിപണി ആധിപത്യം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണിത്. 86% ഇടപാടുകളും ഗൂഗിൾ പേ, ഫോൺപേയുമാണ് നിയന്ത്രിക്കുന്നത്. വിപണിയിൽ ആധിപത്യ സ്വഭാവത്തോടെയുള്ള നിയന്ത്രണം നല്ലതല്ലെന്ന് വിലയിരുത്തിയാണ് സർക്കാർ പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നത്. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി 3-ാം വഴി online@gmail.com എന്ന മെയിൽ ID യിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.